ഓപ്പോയുടെ റെനോ 5 സീരീസിൽ പുതിയൊരു സ്മാർട്ട് ഫോണും കൂടി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഓപ്പോ റെനോ 5 4G. ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.4 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 150 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് ലെഫ്റ്റ് ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 720G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് 4G വെർഷനാണ്. പിന്നെ ഈ ഫോണിൽ 8GB റാമും 128GB ഇൻറ്റേർണലുമാണ് വരുന്നത്. LPDDR4Xൻ്റെ റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഡോൾബി അറ്റ്മോസിൻ്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള കളർ വോയ്സ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 64 മെഗാപിക്സലിൻ്റെ f1.7 അപ്പേഴ്സറിൽ വരുന്ന മെയിൻ സെൻസറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിലെ മാക്രോ ലെൻസും അതുപോലെ 2 മെഗാപിക്സലിലെ ഡെപ്ത് സെൻസറും ഈ ഫോണിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 44 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സറിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൽ 4310 mAh ബാറ്ററിയാണ് വരുന്നത്. ഈ ഫോണിൽ 50 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോൺ ഇപ്പം വിയറ്റ്നാമിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോൺ വിയറ്റ്നാമിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം 27,500 രൂപ പ്രൈസ് റേഞ്ചിലാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ന്യൂസ് ഇന്ത്യൻ മാർക്കറ്റിന് അത്ര നല്ലൊരു ന്യൂസ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓപ്പോ റെനോ 5 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പം എല്ലാ മോഡൽസിലും 5G സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓപ്പോ റെനോ 4 സീരീസിൻ്റെ കാര്യവും ഇതുപോലെയായിരുന്നു. ഓപ്പോ റെനോ 4 സീരീസ് ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പം എല്ലാ മോഡൽസിലും 5G സപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഓപ്പോ റെനോ 4 സീരീസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പം ഒരു മോഡൽസിലും 5G സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാം 4G മോഡൽസ് ആയിരുന്നു. ഇപ്പോൾ വിയറ്റ്നാമിൽ ഓപ്പോ റെനോ 5 സീരീസിൻ്റെ 4G വെർഷൻ ലോഞ്ച് ചെയ്തു എന്നുള്ളതിനർത്ഥം ചില മാർക്കറ്റിൽ അവർ 4G വെർഷൻ ആയിരിക്കും ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ലിസ്റ്റിൽ ചിലപ്പം ഇന്ത്യയും പെട്ടേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഓപ്പോ റെനോ 5 എന്ന ഫോണിൻ്റെ 5G വെർഷൻ ചിലപ്പം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, ഓപ്പോ റെനോ 5 Pro 5G എന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ഫോൺ ഇന്ത്യയിൽ BIS സർട്ടിഫിക്കേഷൻ സൈറ്റിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓപ്പോ റെനോ 5 സീരീസിൽ ഒരു 5G ഫോൺ എന്തായാലും ഇന്ത്യയിലോട്ട് വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു സീരീസിൽ വരുന്ന ബേസ് മോഡലിൽ 5G സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊന്നും കൺഫേംഡ് ആയിട്ട് ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പം 4G വെർഷൻ മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫേംഡ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വാർത്തകളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.